പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ 22 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പ്രാർത്ഥനയിൽ തളർന്നു പോയവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ, അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ
നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. മക്കളില്ലാത്തവരെ, ഒത്തിരി അബോർഷനും ഒത്തിരി ട്യൂബൽ പ്രഗ്നൻസിയൊക്കെ നടന്നിട്ടും ഇനി മടുത്ത് നിർത്തി മതി എന്നൊക്കെ പറഞ്ഞ് മാറ്റിയവരെ, അവരൊറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് പുതിയൊരു ജീവിതം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ചില സമയത്തുണ്ടല്ലോ ഞാൻ ഓർക്കുവേ, എന്തിന് വേണ്ടി, എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം? എൻ്റെ മനസ്സിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഇപ്പം മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൽ നിന്ന് വചനം കേൾക്കാതെ തന്താങ്ങളുടെ വഴിക്ക് പോയത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നില്ല. അങ്ങനെ തന്താങ്ങളുടെ വഴിക്ക് പോയാലും ദൈവത്തിന് വേണമെങ്കിൽ തുടച്ച് മാറ്റിയിട്ട് പുതിയൊരു സൃഷ്ടി തുടങ്ങാമായിരുന്നു. ദൈവം അങ്ങനെ ചെയ്തില്ല. റിപ്പയർ ചെയ്തെടുക്കാനാണ് നോക്കിയത്. ക്രിസ്തുവിനെ തന്ന് ആ മനുഷ്യ പ്രകൃതിയെ തന്നെ ദൈവത്തിന് റിപ്പയർ ചെയ്ത് അതൊക്കെ ചിന്തിക്കുമ്പോഴേ ഞാൻ എൻ്റെ കണ്ണൊക്കെ നിറയെ ശരിക്കും. എന്താണെന്നറിയാമോ? ദൈവത്തിന് വേണമെങ്കിൽ ഈ ദൈവത്തിൽ നിന്ന് അകന്നുപോയ കക്ഷികളെ തള്ളിക്കളയാമായിരുന്നു. പക്ഷെ വിശുദ്ധ ഗ്രന്ഥം പറയും, ആദത്തിൻ്റെ മകൻ സേത്ത് പിന്നെ ഇങ്ങനെ വന്നിട്ട് അത് നിങ്ങൾ കടിച്ചു പോകരുത്, ആ ഫിഗറെ കടിച്ചു പോകരുത്. മനുഷ്യ പ്രകൃതി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദത്തിൻ്റെ മകൻ സേത്ത് എന്ന് പറയുമ്പോൾ അയാളുടെ സേത്തിൻ്റെ ഇങ്ങനെ എടുത്തു പോകേണ്ട കാര്യമില്ല. മനുഷ്യ പ്രകൃതി, ആ മനുഷ്യത്വത്തെ തന്നെയും ആ സ്റ്റെമ്മിനെ തന്നെയാണ് ദൈവം എടുത്ത് റിപ്പയർ ചെയ്തത്. ആ മനുഷ്യത്വത്തിലേക്കാണ് തൻ്റെ മകനെ ദൈവം മനുഷ്യാവതാരത്തിലൂടെ പങ്കുകാരനാക്കുകയും ആ മനുഷ്യ പ്രകൃതിയെ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തത്. അല്ല വേറെ ഒരു സൃഷ്ടി നടത്തില്ല ദൈവം. അത് ഭയങ്കര വല്ലാത്തൊരു സംഭവമാണതേ. ഞാൻ എപ്പോഴും ഓർക്കും, ദൈവത്തിന് വേണമെങ്കിൽ അത് മുഴുവൻ മായ്ച്ചു കളഞ്ഞിട്ട് പുതിയൊരു സംഭവം ചെയ്യാമായിരുന്നു. നെവർ ഹിഡ്. ആ പ്രകൃതിയെ തന്നെയാണ്, അതിനുവേണ്ടി ദൈവം ഭയങ്കര വില കൊടുത്ത ചരിത്രമാണ് പുതിയ നിയമം നമ്മോട് പറയണത്. അതെല്ലാം ഒരു ഓണ്ടോളജിക്കൽ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ആ ബുദ്ധിബോധം ഇല്ലാത്തതിനെ അക്ഷരാർത്ഥത്തെ വളച്ചൊടിച്ച് അവൻ്റെ തന്നെ നാശമായിട്ട് മാറ്റുകയുള്ളൂ. എന്നിട്ട് അവൻ അവിശ്വാസിയായി മാറും. അങ്ങനൊന്നുമല്ല. ദൈവസ്നേഹം കൈകാര്യം ചെയ്ത കൈമാറിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രകൃതിയുണ്ട്. അത് വല്ലാത്ത ഒരു പ്രകൃതിയാണ്. ദൈവസ്നേഹം കൈമാറും ചെയ്ത പ്രകൃതി. ക്രിസ്ത്യാനിറ്റിയിലുള്ള പ്രകൃതി എന്ന് പറയണത് ഈ കാണുന്ന പച്ചപ്പുകളും സൃഷ്ടപ്രപഞ്ചം മാത്രമല്ല. പ്രകൃതി എന്ന് പറയണത് ദൈവം മനുഷ്യനെ നാശത്തിന് വിട്ടുകൊടുക്കാതെ അതേ പ്രകൃതി എടുത്തിട്ട് ആ പ്രകൃതി സ്വന്തം പ്രകൃതി ചേർത്തിട്ട് ആ ആദ്യത്തെ പ്രകൃതിയുടെ വിഹലതകളെ പരിഹരിച്ചു കൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രകൃതിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഒണ്ടോളജിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതൊരു വല്ലാത്ത ഒരു സംഭവമാണ്. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിനെ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവം സ്നേഹമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. നമ്മളെ കുർബാന പ്രാർത്ഥന ഒരിടത്തെ, കർത്താവേ, അങ്ങയുടെ ശക്തി പ്രകടമാകുന്നത് കരുണ കാണിക്കുന്നതിലും ക്ഷമ കൊടുക്കുന്നതിലുമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ റൈറ്റ് ഓഫ് ചെയ്യണ തുല്യമാണ്. ദൈവം നമ്മുടെ തെറ്റുകളുടെ റൈറ്റ് ഓഫ് ചെയ്യുന്നില്ലേ? അത് ശരിക്കും ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് ശരിക്കും അതിലത് വരണത്. സ്വന്തം പുത്രനെ പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് തരാത്തില്ലെന്ന് പറഞ്ഞില്ല. റോമ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ആൾക്കാർ പ്രസവിക്കുമ്പോൾ എന്താ പറയണത്? അവൻ്റെ കൂടെ ജോലി കിട്ടും, വീട് കിട്ടും, പെണ്ണ് കെട്ടിച്ച് കിട്ടും, കൊച്ചു കിട്ടും,
പറമ്പ് കിട്ടും, അവനോടും കൂടി. അങ്ങനെയാണ് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ആ വചനത്തിൻ്റെ കിടപ്പ് എന്താണ്? അതിൻ്റെ നേച്ചർ എന്താണ്? സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി കുരിശിലേൽപ്പിച്ചവനാണ്. അവനോട് സമസ്തം എന്ന് പറയുമ്പോഴേ അതിൻ്റെ അകത്ത് വരണേ എന്താണ്? ഞാൻ മുമ്പ് പറഞ്ഞ കരുണ കാണിക്കലും ക്ഷമ കാണിക്കലും തന്നെയാണ് സമസ്തത്തിൽ വരണത്. പത്തോസ് സാപത്ത് ദിവസം മഹാപരാധം ചെയ്തില്ലേ? എന്താണ്? യഹൂദിൻ്റെ ദൃഷ്ടിയിൽ അതൊരു ഒരു മാരകഭാവം പോലെയല്ല വരും. കണ്ടവൻ്റെ വയൽ സാപത്ത് ദിവസം കട്ട് തിന്ന് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ ഉതപ്പിച്ച് എന്തൊരു പരിപാടിയാണ്! ആ സാധനം ഈശോ റൈറ്റ് ഓഫ് ചെയ്യണം കണ്ടിട്ടില്ലേ? ആഴ്ചകളെ. എന്നിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യണ ദൈവത്തിന് ഗ്രൗണ്ടുണ്ട്. കർത്താവിന് അനന്ത വിജ്ഞാനത്തിൽ നിന്നൊരു പോയിന്റ് എടുത്ത് പറയും, ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തത്? ഇത് പറഞ്ഞുകൊണ്ട് പത്തോസിനെ ചേർത്ത് നിർത്തും. എല്ലാ പാപികളുടെയും കണ്ണു നിറയണത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചേർത്ത് നിർത്തും. അതിന് എന്തെങ്കിലും ഒരു ബൈലോ ദൈവം കണ്ടുപിടിക്കും, എന്തെങ്കിലും കണ്ടുപിടിക്കും. കാര്യത്തിൽ അവനോടുകൂടെ സമസ്തവും എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ അതുണ്ട്. അവനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ നടക്കുമ്പോൾ ക്രിസ്തു തന്നെ പാപത്തിന് വലിയൊരു പരിഹാരമായി നിൽക്കുമ്പോൾ അതിനിടക്കുള്ള ചീളി കേസാണ് സാപത്ത് ലംഘനവും ഗോതമ്പ് കട്ടു തിന്ന കേസൊക്കെ. സമസ്തവും ഇപ്പം ദൈവം ക്രിസ്തുവിനെ കൊടുത്തപ്പോൾ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ഇനി പ്രത്യേകിച്ച് ഉപാധി ആവശ്യമില്ല ദൈവത്തിന്. അതാണ് ദൈവം. ആ സ്നേഹം മനസ്സിലാക്കാതെ പോണതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൈവനിന്ദയെന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കണേ. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ദൈവത്തിന് അതിൻ്റെ അകത്ത് വന്ന എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മബന്ധത്തിലേക്ക് കയറിക്കൂടും. അതാണ് പിന്നീട് നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവർ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ചിലർക്ക് എന്തെല്ലാം തരത്തിൽ പറഞ്ഞാലും സാരമില്ല, അവൾ വളർന്നു വന്ന സാഹചര്യമായിരിക്കും. ഇപ്പം അവരങ്ങനെ പറഞ്ഞുകൊള്ളു, എന്താ തെറ്റിരിക്കണത്? അവളുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ശരിയാണല്ലോ എന്നൊക്കെ റൈറ്റ്. അത് ഇങ്ങനെ ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ മറുപക്ഷത്തു നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. ദൈവസ്നേഹം ഇല്ലെങ്കിൽ നമ്മുടെ പക്ഷത്തും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ദൈവസ്നേഹത്തെ അറിയാവുന്നവർ നോക്കാം കേട്ടാ. മാധവാണ് അതൊക്കെ ടോപ്പ്. അതാണ് അവർ അവരുടെ സ്നേഹം ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ചിന്തിച്ച് അതേക്കുറിച്ച് ആലോചിച്ചെന്നൊക്കെ പറഞ്ഞത് ദൈവസ്നേഹം എന്താ പറയണത്. മറിയത്തിൻ്റെ മനസ്സ് ദൈവസ്നേഹം നിറഞ്ഞെന്ന് പറയുന്നതിന് പകരം പറഞ്ഞാണ് അവൾ അതേക്കുറിച്ച് ചിന്തിച്ചു, ആലോചിച്ചു, ഹൃദയത്തിൽ സംഭരിച്ചു എന്നൊക്കെ പറയും. മറിയത്തിൻ്റെ മനസ്സ് ദൈവസ്നേഹത്താൽ നിറഞ്ഞു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി